ഹായ് എവ്രി വൺ, വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. ഇനി കുറച്ച് ദിവസം നട്ടപ്പാതിര വീഡിയോ കുറേ വരും. കാരണം ഞാൻ ഇന്ത്യയിൽ നിന്ന് പോവാണ് യൂറോപ്പിലോട്ട്. ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്സ്, ആംസ്റ്റർഡാം അങ്ങനെ കുറച്ച് പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്നതുകൊണ്ട് നട്ടപ്പാതിര വീഡിയോ ഒക്കെ വളരെ പിളർച്ച വീഡിയോ ആയിട്ടൊക്കെയാവും വരാൻ പോണത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യം അറിയിച്ചു എന്നേ ഉള്ളൂ. നമ്മളിന്ന് കണ്ടതാണ് ദ ഗ്രേറ്റ് ആക്ടർ, ദ ലെജൻഡറി ആക്ടർ സലീം കുമാർ. മൂപ്പരുടെ ഒരു വിയോഗം ഇന്നും മൊത്തം ചാനലുകൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നതിൻ്റെ വിഷ്വൽസൊക്കെ എല്ലാവരും കണ്ടു കാണും. ഇന്നലെ ഇദ്ദേഹം അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് അറിഞ്ഞത് മുതൽ കുറച്ച് കമ്മിക്കൂട്ടങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് അതിഭീകരമായ സൈബർ അറ്റാക്ക്. ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ രണ്ട് ഫേസ് ആയിട്ട് നിന്നിട്ടുണ്ടോ ഈ സലീം കുമാർ? ചിലപ്പോൾ നിൽക്കുന്നവരുണ്ടാവും, പക്ഷേ ഈ സലീം കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിന്നിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്, അദ്ദേഹം അത് വ്യക്തമാക്കി പറഞ്ഞു. സിനിമയിൽ നമ്മളെ ചിരിപ്പിച്ചു, കരയിപ്പിച്ചു, ഒരുപാട് റോളുകൾ ചെയ്തു. റിയൽ ലൈഫിലും അയാൾ അങ്ങനെ തന്നെയാണ്. അയാളുടെ അസുഖത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും റിയൽ ലൈഫ് ഇൻസിഡൻസ് പറയുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയവും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു തെറ്റുമില്ല. അയാളൊരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിട്ട് ജീവിച്ച് മരിച്ചൊരു വ്യക്തി. ആ വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പൊളിറ്റിക്സിനെ വിമർശിക്കും. പിണറായി വിജയനെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിൽ മരണത്തിലേക്ക് പോയൊരു വ്യക്തിയെ കുറച്ച് കമ്മിക്കുട്ടന്മാരെടുത്തിട്ട് ഈ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തിയത് എനിക്ക് വളരെയധികം വിയോജിപ്പാണ്. അതൊന്നും അൺആക്സെപ്റ്റബിളാണ്. മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനത്തെ മനുഷ്യത്വമില്ലാത്ത പരിപാടികൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് പറഞ്ഞു തന്നെ തുടങ്ങാം. ഇനി അടുത്തത്, എനിക്ക് പേഴ്സണലി ഈ വ്യക്തി ഈ ദൈവം മതം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പല വേദികളിലും സംസാരിക്കുന്നതിൽ ഈ സംഗതികൾ ഒരുപാട് എന്നെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് തുടങ്ങുകയാണ്. ഞാൻ ഭക്തനായിരുന്നു, ഭയങ്കര ഭക്തനായിരുന്നു. 18 വർഷം ഞാൻ ശബരിമലക്ക് പോയ ഒരാളാണ്. ഇതെല്ലാം കച്ചവടമാണെന്ന് മനസ്സിലായി. നമുക്കൊരു ക്യൂവിൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈശ്വരനെ ഫസ്റ്റ് കാണാം. എന്നാൽ ഭഗവതിക്ക് ഒരു തുണ്ട് ഭൂമി സംഭാവന കൊടുക്കാൻ, ഒരു തുണ്ട് ഭൂമിക്ക് നമ്മുടെ ഇത് തെണ്ടേണ്ട ആളാണ് ഭഗവാനൊക്കെ. നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഭഗവാന് പായസവും പപ്പടവും ഒക്കെ കൊടുക്കണം. നമുക്കൊന്നും തന്നില്ല. എന്തായാലും നമ്മൾ പോകണം നമ്മുടെ പട്ടിണി മാറ്റാണ്. ദൈവമേ ഞങ്ങൾ രക്ഷിക്കണേ, എന്തെങ്കിലും ആഹാരം തന്നെ എന്ന് പറയുമ്പോൾ അവിടെ അത് കേൾക്കണമെങ്കിൽ നെയ് പൈസ എഴുതണം. പുള്ളിക്ക് പുള്ളി സാപ്പിടണ്ട, അതുമില്ല. അപ്പൊ ഇതൊക്കെ വെറുതെ എന്താണ്, നാളെ എന്തെന്നറിയാത്ത മനുഷ്യരുടെ ഉത്കണ്ഠയാണ് ഭക്തി. അത്രേ ഉള്ളൂ. ദൈവം മതം എന്നൊക്കെ പറയുന്നത് വെറും കച്ചവടമാണ് എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനാണ് സലീം കുമാർ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര കണക്റ്റായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇദ്ദേഹം മരിച്ച അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ ആ വീട്ടിൽ ഈ മീഡിയാസ് എല്ലായിടത്തും ചെല്ലും. ഒരു സെലിബ്രിറ്റി മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അത് വീഡിയോ എടുത്ത് പബ്ലിക്കിലേക്ക് ഇട്ട് അതിൻ്റെ റീച്ചും കാര്യങ്ങളും വിസിബിലിറ്റിയും ഒക്കെ ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റത്തിനകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നവിറ്റബിളാണ്, ഇവരെ പിടിച്ച് മാറ്റാൻ പറ്റുന്നില്ല, അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ചെയ്യുന്ന വർക്കിൽ ഒരു ഇത്തിരിയെങ്കിലും എത്തിക്സ് വേണം. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ എന്താ പറയുക, പേജുകളെ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളെ, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്ന ആളുകളെയൊക്കെ കടന്ന് ആക്രമിക്കാറില്ല. പക്ഷേ ഇന്നത്തെ സീനിൽ എനിക്ക് ഭയങ്കരധികം വിഷമം തോന്നി. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ വീഡിയോസ് ഇടുന്ന പല പേജുകളും ഇന്ന് അതിൻ്റെ ഒരു എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന പേജുകളൊക്കെ മില്യൺ അടിച്ച് അവർ കുറേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി പ്രൊഫഷണൽ ഫേസിലേക്ക് പോയിന്നുണ്ടെങ്കിൽ അവരെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾക്കും അങ്ങനെയാവാം, ഇത് ലൈഫിൻ്റെ ഒരു ഇൻകത്തിൻ്റെ ഭാഗമാക്കാമെന്ന് പറഞ്ഞിട്ട് EMIയിൽ ഫോൺ കൊടുത്ത് രാപ്പകലില്ലാതെ മഴയോ വെയിലോ ഒന്നും നോക്കാതെ കണ്ടൻറ്റ് മുഖ്യം ബിഗിലെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അവർ വീട്ടിൽ വെച്ച് തോന്നുന്നു. എല്ലാ സെലിബ്രിറ്റീസിൻ്റെ വീട്ടിലും മരണം സംഭവിച്ചാലും കല്യാണം സംഭവിച്ചാലും ഒക്കെ കാണിക്കുന്ന അതേ പരിപാടി അവരിന്നും കാണിച്ചു. മരണ വീട്ടിൽ അവർ കാണിച്ചത് കുറച്ച് കടന്ന കൈയായിപ്പോയി. നിങ്ങളിപ്പോൾ ഈ സൈഡിലെ വിഷ്വൽസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഭയങ്കര തിരക്കാണ്. അതിൽ തന്നെ നിങ്ങൾ ആലോചിക്കണം, അച്ഛൻ, മക്കൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മാനസികാവസ്ഥ. ഇന്ന് സലീം കുമാർ ഇല്ലാത്ത വീട്ടിൽ ലോഫിംഗ് വില്ലയിൽ ചിരിയില്ലെന്ന്. ആ അവസ്ഥയിൽ
എങ്ങനെയാണ് ഒരു മകൻ റിയാക്ട് ചെയ്യുക? ചന്തു സലീം കുമാർ ഇന്ന് അങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. അവൻ തല്ലിയില്ല എന്നുള്ളൂ. ഒന്നും കൂടി അവനെ പിടിച്ചു വെക്കാൻ ആളുകൾ ഇല്ലായിരുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവൻ പിടിച്ചടിച്ചിട്ടുണ്ടാവും. അവൻ മാത്രമല്ല, ഇന്ന് പലർക്കും അവിടെ കൈ ഉയർന്നിട്ടുണ്ടാവും. ഞാൻ ആ ചന്തുവിൻ്റെ ഒരു വിഷ്വൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്താ നടന്നതെന്നുള്ളതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവാനോ 1-2 വിഷ്വൽസ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. പലരും ചന്തുവിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ എസ്പെഷ്യലി കമൻ്റ് ഇടുന്നതായിട്ട് കണ്ടു. അതായത് നീ നിൻ്റെ അച്ഛൻ്റെ മഹത്വം കളയോ, ചില സെലിബ്രിറ്റി കിഡ്സ് ഇങ്ങനെയാണ് അങ്ങനെയാണ്, വളർത്തു ദോഷമാണെന്നൊക്കെ ഈ കമൻ്റ് ഇട്ട നാറികളോട് ചോദിക്കാനുള്ളത്, നാളെ നിങ്ങളെ വീട്ടിലൊരു മരണം സംഭവിച്ചു, നിങ്ങളെ അച്ഛനോ അമ്മയോ മരിച്ചു, ഇതേപോലെ ഫോണും പിടിച്ചൊരു 10-15 ആൾ വന്നു. വരുന്നവരിഞ്ഞിപ്പോൾ നിങ്ങളെ അച്ഛനും അമ്മയും ഒരു സെലിബ്രിറ്റിയാണ്, ഏതെങ്കിലും ദൂരെ നിന്ന് വീഡിയോ എടുത്ത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിലൊരു മാന്യത ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇന്ന് സലീം കുമാറിൻ്റെ വീട്ടിൽ അതാണോ നടന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ചന്തു ഈ രീതിയിൽ റിയാക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ അവസാനമായിട്ടൊരു നോട്ടം കാണാനോ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ ഉള്ളൊരു പ്രൈവസി ഇല്ലാത്തൊരവസ്ഥയിലാണ് ആ ചെക്കൻ പൊട്ടിത്തെറിച്ചത്. ില്ല ഒരു സെലിബ്രിറ്റിയുടെ മരണം സംഭവിച്ച വീട്ടിൽ അതുപോലെ ഇന്ന് രമേശ് പിഷാരടി റിയാക്ട് ചെയ്തു. അങ്ങനെ പലരും അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് പച്ചയ്ക്ക്, എന്തിന് ചേട്ടാ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ചെയ്തോ, പക്ഷെ ദൂരെ നിന്ന് ചെയ്തു, എന്തിനിവിടെ നിന്നുള്ള കുറേ വിഷ്വൽസ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യം ആ വീട്ടിൽ കയറി വന്നപ്പോഴേ, ഈ സലീം കുമാറിനെ കാണാൻ വേണ്ടി അവസാനമായി കാണാൻ വേണ്ടി കയറി വന്നപ്പോൾ തന്നെ ഏതോ ഒരു നാറി ചെറ്റ അവൻ ഷോളും കൊണ്ടുപോയിരിക്കുക മുഖ്യമന്ത്രിൻ്റെ കഴുത്തിൽ. എന്നാൽ പാർട്ടി സമ്മേളനത്തിലേക്കാണല്ലോ വി ഡി സതീശൻ കയറി. കാരണം ഇത്രയെങ്കിലും ബുദ്ധിയില്ലാത്ത കുറേ ടീമുകൾ ഈ നാട്ടിൽ നിന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് ഷോൾ ഇടാൻ വന്നതാ മരണ വീട്ടിൽ. പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കണം ഈ തെണ്ടീനെ ഞാൻ പറയുമ്പോൾ. അങ്ങനെ കുറേ എണ്ണങ്ങൾ. പിന്നെ സെൽഫി ഒളികൾ കുറേ ഒരു സൈഡിൽ വേറെ. അത് വേറൊരു സാധനം. ആര് വന്നാലും പോയാലും സെൽഫി. അതങ്ങനെ കുറേ എണ്ണങ്ങൾ. അതൊന്നും ഞാൻ പറയില്ല, ഇന്നവിറ്റബിൾ കാര്യങ്ങളാണ്, നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല ഇതൊന്നും. ഇതൊക്കെ എപ്പോൾ മാറാനാ? നാട്ടുകാർക്ക് 4 സെലിബ്രിറ്റീസിനെ കണ്ടാൽ മതി എന്നുള്ള മുകളിൽ മരണ വീട്ടിൽ വന്നതെന്ന് സെൽഫി എടുത്തിട്ടു. അതൊരു സൈഡിൽ. ഇനി പോട്ടെ, മരണ വീട്ടിൽ ഇന്ന് ചന്തു പൊട്ടിത്തെറിച്ചതിന് നിങ്ങൾ വിമർശിച്ചു. ഇവിടെ ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഞാനിവിടെ കുറച്ച് വീഡിയോസ് പ്ലേ ചെയ്യാം. ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ഈ രീതിയിൽ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കണമെങ്കിൽ അവിടുത്തെ അവസ്ഥ ഉണ്ടാവും. പ്ലീസ് വീട്ടുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് ഇറങ്ങി നിന്നിട്ട് അവിടെ നിന്നിട്ട് മാറ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പിടിച്ചു മാറ്റുക. എന്നാൽ പോലും അവർക്കെന്താ പറയുക, 4 സെലിബ്രിറ്റീസിനെ കാണണം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീഡിയോ എടുത്തിട്ട് കൊണ്ടുപോയി ഇടണം. ഈ മെൻറ്റാലിറ്റിയിലേക്ക് മാത്രം മാറിക്കഴിഞ്ഞുള്ള ഇഷ്യൂ എന്താ പറയുക, നാളെ ഇനി ഇതേപോലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇതിനൊരു ഡെക്കറം ഇല്ല, ഇതിന് കൃത്യമായ എന്താ പറയുക രൂപരേഖ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു സംഗതി ഇവർ കീപ്പ് ചെയ്യാതെ, ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാതെ ഓൺലൈൻ മീഡിയാസ് ഇതേപോലെയുള്ള അട്രോസിറ്റീസ് ഇനിയും ചെയ്തു കഴിഞ്ഞാൽ നല്ല മീഡിയക്കാർക്കും പോകാൻ പറ്റില്ല, മര്യാദയ്ക്ക് എടുക്കുന്നവനും പോകാൻ പറ്റില്ല, എല്ലാവരുടെ കഞ്ഞുകൂടി ഒന്നിച്ച് മുട്ടുന്ന രീതിയിലാവും. സിനിമാ സംഘടനകൾ നാളെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനിയുള്ള ഒരു ഫംഗ്ഷനിലും ഒരു വേദിയിലും ഒന്നിനും ഇവർ വേണ്ട എന്നുള്ളൊരു വിലക്കം കൂടി വന്നാൽ, ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടിയിട്ടില്ല, നാളെ അത് കിട്ടും. ആ രീതിക്ക് കാര്യങ്ങൾ മാറുന്നതിന് മുമ്പ് ഇതിനൊരു അസോസിയേഷൻ ഉണ്ടായി. ഇത് ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ്റെ ഭാഗമായിട്ട് ഇവരെടുക്കും. നിങ്ങൾ ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്നിട്ട് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുക. മരണ വീട്ടിൽ ഇത്ര ആൾ ഇത്ര നേരത്ത് ഇത്ര സമയത്ത് ഇന്ന ദൂരത്ത് ഇത്ര സമയത്ത് നിന്ന് എടുക്കാൻ പാടും എന്നുള്ളൊരു സാധനം കൊടുക്കുക. ഓൺലൈൻ മീഡിയ മാത്രമല്ല കേട്ടോ, 24/7 ന്യൂസ് ചാനലുകൾ ഒട്ടും കുറവല്ല. ഞാൻ ക്ലിപ്പിടെ വയ്ക്കുന്നില്ല, ഒരു വിഷ്വൽ ഇന്നലെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്.
ഈ സലീം കുമാർ മരിച്ചു കിടക്കുമ്പോൾ നാദിർഷനെ വിളിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിൽ നിന്ന്. എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുക എന്താണ് ഓർമ്മകൾ. നാദിർഷയ്ക്ക് പറയാൻ പറ്റുന്നില്ല എന്തോർമ്മ. നാദിർഷ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്, രാവിലെ മുതൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, ഞാനൊന്ന് പോയി നോക്കി വരട്ടെ. വിടുന്നില്ല. നാദിർഷ പറഞ്ഞിട്ട് പോയാൽ മതി എന്താണ് ഓർമ്മകൾ. അവരും ഇന്ന് ഇതേ പരിപാടി കാണിച്ചത്, മൈക്കും പിടിച്ച് അവർ സൂമും ചെയ്ത് അവരും നടക്കുന്നുണ്ട്. ഓക്കെ, എന്താ ഇതൊക്കെ മാറ്റം വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ കുറേ സ്ഥലങ്ങളിലായി ഇങ്ങനെ. പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു സലീം കുമാറിൻ്റെ അന്ത്യകർമ്മ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയതിൽ കുറേ പേര് എയറിലും പോയി. അതിലൊന്ന് ഇനി വെച്ച് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം അധികം ചർച്ചയായില്ല, പക്ഷേ ഇനി അത് ചർച്ചയാവണം. കാരണം ഈ നാട്ടിൽ ഈ മനുഷ്യന് ലിവർ സിറോസിസ് ആയിരുന്നു. ലിവർ സിറോസിസ് വന്നൊരു മനുഷ്യനെ വ്യാജ വൈദ്യം എന്ന് പറഞ്ഞൊരു കാര്യത്തിൻ്റെ മുകളിൽ അയാളുടെ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ലാഗായിരുന്നു, ഏതൊക്കെ രീതിയിൽ ഈ വ്യാജ വൈദ്യന്മാർ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇദ്ദേഹത്തിനെ പറ്റിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇദ്ദേഹം ഒരു 1-2 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ സ്കാം അതാണ്. ഹോസ്പിറ്റലുകളെ പേടിച്ചും മോഡേൺ ട്രീറ്റ്മെൻറ്റ്സിനെ പേടിച്ചും നേരെ നാട്ടുകാർ ഓടുന്നത് എങ്ങോട്ടാ? ഇങ്ങനത്തെ സ്കാമേഴ്സിൻ്റെ അടുത്തേക്ക്. വ്യാജ വൈദ്യന്മാർ കുറേ, നാടൻ വൈദ്യർ, മറ്റേ വൈദ്യർ, മറച്ച. ഇത് സീരിയസ്ലി ഇത് കുറച്ചും കൂടി സയൻറ്റിഫിക്കായി, ഇത് കുറച്ചും കൂടിയും റിസർച്ചൊക്കെ നടത്തി മോഡേൺ മെഡിസിനും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ വലിയ രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറില്ല. അത്യാവശ്യം ക്യൂറബിൾ ആണ് എന്ന് അവർക്ക് തോന്നുന്ന നാടൻ വൈദ്യത്തിൽ നിർത്താവുന്ന സാധനങ്ങൾക്ക് കൊടുത്തിട്ട് അവർ ബാക്കിയുള്ളത് മോഡേൺ മെഡിസിന് പ്രിസ്ക്രൈബ് ചെയ്ത് വിടും. പക്ഷെ ചിലർ അങ്ങനെയല്ല. അവരാ ഒരു നാടൻ ഓറ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നാടൻ വൈദ്യം എന്ന് പറഞ്ഞു വെച്ചിട്ട് ആട്ടുകാരെ പറ്റിക്കുക, വ്യാജ വൈദ്യം ചെയ്ത് പറ്റിക്കുക. അതിനിരയാണ് സലീം കുമാർ എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതിനിരയാവുന്ന ആളുകൾ ഇപ്പോഴും ഈ നാട്ടിലുണ്ടാവും. നാളെ ആരെങ്കിലും ഇരയാവാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പ് പോലെയെങ്കിലും സലീം കുമാറിൻ്റെ ഈ വാക്കുകൾ വെക്കണം. അദ്ദേഹത്തിൻ്റെ സെൽഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. സാധാരണ മഞ്ഞപ്പിത്തം, അതാണ് ഇതിൻ്റെ മഞ്ഞപ്പിത്തം. ഈ മഞ്ഞപ്പിത്തം സർവ്വസാധാരണമായിട്ട് ആളുകൾക്ക് വരുന്ന അസുഖമാണ്. ഈ മഞ്ഞപ്പിത്തം ആരെങ്കിലും പറഞ്ഞപ്പോൾ പറയും എനിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ അസുഖമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയും ഇന്ന സ്ഥലത്തൊരു വൈദ്യനുണ്ട്, അയാളൊരു പൊടിമരുന്ന് തരും, അത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറും. അല്ലാതെ മഞ്ഞപ്പിത്തം വന്ന ആരും ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ മഞ്ഞപ്പിത്തം വൈദ്യര് കൊടുത്ത മരുന്ന് കൊടുത്താൽ മാറും, ഉറപ്പാണ്. അത് എല്ലാ മഞ്ഞപ്പിത്തവും വൈദ്യര് കൊടുത്ത മരുന്ന് കൊടുത്താൽ മഞ്ഞപ്പിത്തം മാറില്ല. മഞ്ഞപ്പിത്തം വൈദ്യര് കൊടുത്ത മഞ്ഞപ്പിത്തം മാറുന്ന മഞ്ഞപ്പിത്തം ഒന്നും കഴിച്ചില്ലെങ്കിലും മാറും. അത് ഈ പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. മഞ്ഞപ്പിത്തം പല വിധമുണ്ടെന്നും അത് വൈദ്യരുടെ കഴിവിൻ്റെ അപ്പുറത്താണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അവസാനം വൈദ്യരിൽ ലിവറൊക്കെ തകർത്ത് കഴിയുമ്പോൾ പറയും മെല്ലെ ഒഴിയും. അങ്ങനത്തെ 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊള്ളാം. ഞാൻ അനുഭവിച്ചത് ഇനി ഒരുത്തിനും അനുഭവിക്കരുത്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞു ഞാൻ. അപ്പം ഇതിൻ്റെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ അസുഖത്തിനൊരു മരുന്നായിട്ട്. ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇതല്ലാണ്ട് എന്ത് ചെയ്യാം? ഇതിന് വേറെ മരുന്നുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ എറണാകുളത്തുള്ള DYSP, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം എൻ്റെ നന്മയെക്കുറിച്ച് വേണ്ടിയാണ് വന്നത്, അദ്ദേഹം എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം പറഞ്ഞ സലിമെ, ഒറ്റപ്പാലത്തൊരു വൈദ്യനുണ്ട്, നിർമ്മലാനന്ദഗിരി എന്നാണ് പേര്. അദ്ദേഹം ക്യാൻസർ വരെ മാറ്റുന്ന വൈദ്യരാണ്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ക്യാൻസർ മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ക്യാൻസറായിട്ട് അവിടെ ചികിത്സിക്കാൻ വന്നപ്പോൾ ഞാൻ ആ റൂം എടുത്ത് കൊടുത്തത് അവിടെ ഒറ്റപ്പാലത്ത് ഗസ്റ്റ് ഹൗസിൽ എൻ്റെ പരിചയപ്പെടുത്തി. ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നിർമ്മലാനന്ദഗിരി അടുത്ത് ഞാനും ഇദ്ദേഹം കൊണ്ട് ചെന്നു. നിർമ്മലാനന്ദഗിരി 51 ദിവസത്തിനുള്ളിൽ ലിവർ സിറോസ് മാറ്റിത്തരും. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു നിലം പരണ്ട എന്ന് പറഞ്ഞു ഒരു മരുന്നുണ്ട്. ഈ നിലം പരണ്ട 51 ദിവസം കഞ്ഞിയിലിട്ട് കുടിക്കാൻ പറഞ്ഞു. 51 അല്ല 501 കഴിച്ചിട്ട് ഈ സാധനം മാറുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വൈദ്യരെ വിളിച്ചു.
വൈദ്യുതി വിളിച്ച വൈദ്യുതി അയാൾ സത്യസന്ധനാണോ, നല്ല വൈദ്യുരാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സലിമേ എനിക്ക് ക്യാൻസറാണ്, ഞാൻ വെല്ലൂർ ക്യാൻസർ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, ക്യാൻസർ 4th സ്റ്റേജാണ്. അങ്ങനെ സത്യമായിട്ടോ പറഞ്ഞു, അല്ലെങ്കിൽ അത് കള്ളനാണെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യമില്ല. അങ്ങനെ സത്യസന്ധനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വൈദ്യരായിരുന്നു ഇവിടെ ക്യാൻസറിന് ചികിത്സിച്ചത്. പാരമ്പര്യ വൈദ്യം ഈ സംഗതി ഇപ്പോഴും വളരെ എന്താ പറയുക റൂട്ട് ലെവലിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്, പാരമ്പര്യ വൈദ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താ? പാരമ്പര്യമായിട്ട് വരുന്ന കുറേ ഔഷധങ്ങൾ വേണം, ചെടികൾ വേണം. അതൊക്കെ നട്ട് വളർത്തിയിട്ട് ഇവരെന്നെ ഉണ്ടാക്കിയിട്ട് ഇവർ കൊടുക്കുന്ന സെറ്റപ്പ് എവിടെയെങ്കിലും എനിക്കറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് മാറി, എൻവയോൺമെൻറ്റ് മാറി, ഈ പറഞ്ഞ ചെടികൾ തന്നെ കുറേ ഇല്ലാതായി. പിന്നെ ഇവരെങ്ങനെ ഈ പാരമ്പര്യ വൈദ്യം മുന്നോട്ട് ഇത് കൊണ്ടുപോകും? മെഡിസിൻസ് ഉണ്ടാക്കണമല്ലോ ബേസിക്കലി. അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്താ? ഔഷധ ഗുണമുള്ള ചെടികൾ അല്ലേ? ഇതെന്നൊക്കെയല്ലേ വരുന്നത് സാധനങ്ങൾ. എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ മാറിപ്പോയി, ടെക്സ്ചർ മാറി, എല്ലാ സാധനവും ഇവോൾവായി. അപ്പോൾ ഈ പാരമ്പര്യ വൈദ്യം എങ്ങനെ, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? അത് വലിയ വലിയ രോഗങ്ങൾക്ക് എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പനി ജലദോഷത്തിനാണെങ്കിൽ പോലും പാരമ്പര്യ വൈദ്യന്മാർ എഴുതി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പാരമ്പര്യ വൈദ്യത്തിന് എന്നൊക്കെ പറഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അവരെന്നെ കുറേ പൊടിയും സാധനങ്ങളും അവരെന്നെ എന്തൊക്കെയോട്ട സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ തരിക ചെയ്യാം. ഇതിൻ്റെ റോ മെറ്റീരിയൽസൊക്കെ മാറിയ ഒരു സാഹചര്യത്തിൽ ഈവൻ ഹ്യൂമൻ ബോഡി, നമ്മളെ ബോഡി തന്നെ ഭയങ്കരമായിട്ട് ഇവോൾവ് ആയി. നമ്മളെ ബോഡിക്ക് തന്നെ പല മോഡേൺ മെഡിസിൻ തന്നെ ഏൽക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ സാധനങ്ങൾ എങ്ങനെ ഏൽക്കും? 100,000 ചോദ്യങ്ങളുണ്ട് ഈ സാധനത്തിന് പിന്നിൽ. ഓക്കെ, ചിലർക്ക് ചില ബോഡിയിൽ ഇത് വർക്കാവാം, ബട്ട് ഇറ്റ്സ് എ ഡാം സ്ലോ പ്രോസസ്സ്. പാരമ്പര്യ വൈദ്യം എന്നൊക്കെ പറയുന്നത് പഥ്യം നോക്കണം, ലൈഫ് സ്റ്റൈൽ നോക്കണം. ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫ് സ്റ്റൈൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കൂ? കാരണം ഈ ഔഷധങ്ങൾ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ പാരമ്പര്യ വൈദ്യത്തിലൂടെ തരുന്ന സാധനങ്ങളൊക്കെ ദേഹത്ത് പിടിക്കണമെങ്കിൽ നമ്മളെ ദേഹം ആദ്യം ഒന്ന് ടേംഡ് ആവണം. ഫുഡ് കൺട്രോൾ ചെയ്യണം, ഇന്ന ഫുഡുകളെ കഴിക്കാൻ പാടുള്ളൂ, ഇന്ന സമയത്ത് ഉറങ്ങണം. നമ്മൾ ടേംഡ് ആയാലേ ഈ മരുന്ന് നമ്മൾ ദേഹത്ത് ഏൽക്കും. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ പോസിബിൾ അല്ലാത്തൊരു പരിപാടി. ഇപ്പോഴാണ് ആൾക്കാർ വീണ്ടും ക്യാൻസറിന്, ലിവർ സിറോസിസിന്, മാരകമായ രോഗങ്ങൾക്ക് പോണത് പാരമ്പര്യ വൈദ്യരുടെ അടുത്ത്. എങ്ങനെ മാറ്റാൻ കഴിയുമായിരിക്കും എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതൊരു കഥ. അങ്ങനെ നിർമ്മലാനന്ദഗിരിയുടെ സംഭവം ചോദിച്ചപ്പോൾ ഇതേ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചോണ്ട്, സലീമെ ചേർത്തലൊരു വൈദ്യരുണ്ട്, എന്നിട്ടും എനിക്ക് ജീവിക്കാൻ മോഹം, ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടി, ഇത് രണ്ടും കണ്ട് അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തട്ടിപ്പാണെന്ന് ആദ്യം മനസ്സിലായി. ഈ വൈദ്യൻ ഇരിപ്പുണ്ട്, കൂടെ അപ്പുറത്തൊരു ഫിസിഷ്യൻ ഇരിപ്പുണ്ട്, ഒരു പെൺകുട്ടി, BA പാസ്സായ ഒരു പെണ്ണിരിപ്പുണ്ട്. അപ്പോൾ ആ വൈദ്യരുടെ പേരാണ് മോഹനം വൈദ്യര്. നിങ്ങൾ അറിയായിരിക്കും, എല്ലാ ഡോക്ടർമാരെയും വെല്ലുവിളിക്കുന്ന വൈദ്യരാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇതിന് മരുന്നില്ല, ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല. അദ്ദേഹം ഒരുപാട് മരുന്ന് കുറിച്ച് വന്നു. തൊട്ടപ്പുറത്ത് ഇയാൾ കുറേ ഈ ജൈവ വളം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച നെല്ലി, ചേന, കാച്ചിലൊക്കെ വിൽക്കേണ്ട, അത് വാങ്ങിക്കണം നമ്മൾ, കാരണം ഇതേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് അവിടെ നെല്ലുണ്ട്, അതിരുന്നോട്ടെ, ഇത് വാങ്ങിച്ചിട്ട് ഇത് മറ്റേ കറി വേറെ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. ഒരു പശു കഴിക്കണ പുല്ല് പറിച്ച് തന്നെനിക്ക്, ബാക്കിയുള്ളത് വൈഫ് വീട്ടിൽ നിന്ന് പറിക്കണം. അങ്ങനെ ഞാൻ ഈ സാധനം എനിക്കങ്ങോട്ട് പറ്റണില്ല ശരീരത്തിന്. അങ്ങനെ അടിക്കാൻ ബ്ലഡാണ് വന്നത് ഇങ്ങോട്ട്. വീട്ടിൽ ഇയാള് മരുന്ന് കഴിച്ചിട്ട് ഈ മരുന്ന് അടിച്ചിട്ട് ബ്ലഡ് കൊണ്ട് 1 കിലോമീറ്റർ പോയിരുന്നു. അപ്പോൾ എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു വൈദ്യരൊന്ന് വിളിച്ചു നോക്കി എന്താണെന്നുള്ളത്. വൈദ്യർ പറഞ്ഞു, ഞാൻ അകത്ത് കുറച്ച് ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു, അത് പുറത്ത് കളയാനുള്ള ഒരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പോട്ടെ എന്ന് പറഞ്ഞു. അകത്ത് കിടന്നും പോയി, അകത്തെ കുടലും കൂടി പുറത്തേക്ക് വന്ന രീതിയിലായി, ബ്ലഡ് വൊമിറ്റ് ചെയ്തില്ല. ഞാൻ പറയടാ ഒന്നുകൂടി വിളിച്ചു നോക്കി. അയാൾ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ ശരി, ഞാൻ അയാളെ വിശ്വസിച്ചു പോയി. ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ച് അങ്ങനെ ഞാൻ ഒന്നും വിളിക്കാൻ പറ്റും, ഞാൻ തന്നെ വിളിച്ച് ആ എടുക്കണം, ഞാൻ തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് എടുക്കണില്ല. വീണ്ടും മോൻ വിളിച്ചു. അങ്ങനെ 3-4 പ്രാവശ്യം വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. വൈദ്യന്മാരെ ഡോക്ടർമാരെ വെല്ലുവിളിച്ച് നടക്കുന്ന ആളാണ്. അപ്പം ഞാൻ DSPനോട് പറഞ്ഞു, DSP ഇങ്ങനെ
ഇത് ശരിയല്ല, ഇയാൾ കളന. കാരണം എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു. നമുക്ക് ഷൈൻ ഡോക്ടറാണ് ആ സമയത്ത്, ഷൈൻ ഡോക്ടറാണ് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് അത് നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തേടി. അപ്പോൾ പിന്നെ പറഞ്ഞു മലയാറ്റൂരൊരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു. മോഹനം വൈദ്യരാണ് തോന്നുന്നു ലേറ്റർ ഓൺ അയാളെ സ്വന്തം ചികിത്സ കൊണ്ട് തട്ടിപ്പോയത്. അത് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. ഇതിൽ വലിയൊരു സാധനം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതും അല്ലെങ്കിൽ നിങ്ങൾ അറിവിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ വലിയ വലിയ രോഗങ്ങൾക്ക് നിങ്ങൾ ഹോസ്പിറ്റലിലും ചികിത്സ എടുക്കും, ചിലർ പാരലായിട്ട് പുറത്ത് പോയിട്ട് വൈദ്യവും ചെയ്യും. ഏറ്റവും വലിയ പണ്ടത്തരാണ്. എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്തൊരു കേസ് എനിക്കറിയാം. ക്യാൻസർ ആയിരുന്നു. ഒരു സൈഡിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ടോപ്പ് വെൽ നോൺ ഹോസ്പിറ്റലിൽ ഏറ്റവും കിടിലൻ ഡോക്ടർ എടുത്ത് ഏറ്റവും ടോപ്പ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ ഷിമോഗയെന്ന് പറഞ്ഞ മരുന്ന് കലക്കി കുടിച്ചുകൊണ്ടിരിക്കുക. ഷിമോഗ വരെ പോയ കഥയൊക്കെ ഞങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നെ അവിടെയൊക്കെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ തട്ടിപ്പിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ഇതിൻ്റെ ലൈഫിൽ. ഷിമോഗയെന്നൊരു പൊടി വാങ്ങാൻ പോയി, കാട്ടിൽ നിന്ന് പൊടിയും പിടിച്ചോടുന്ന് അത് കലക്കി കുടിക്കുക ഒരു സൈഡിൽ ടോപ്പ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ്. രോഗിയായിട്ടുള്ള വ്യക്തിക്ക് മാനസികമായിട്ട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ഈ ടോപ്പ് ഹോസ്പിറ്റലിലെ ഈ ഒരു ചികിത്സ മനസ്സുകൊണ്ട് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രസ്റ്റ് വേണം, എന്നാലേ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുള്ളൂ മരുന്നിന്. ഇയാൾക്ക് ഈ മോഡേൺ മെഡിസിനോട് ഒരു ട്രസ്റ്റും അയാൾ വെക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അയാളുടെ വിചാരം ഇയാളുടെ രോഗത്തിനൊരു ആക്കം വരുന്നതോ അല്ലെങ്കിൽ ഇയാൾ റിക്കവർ ആവുന്നു എന്ന് തോന്നൽ വരുന്നതും ഈ മരുന്ന് ഷിമോഗയുടെ മരുന്ന് കഴിച്ചു എന്ന് വിചാരിച്ചില്ല, ഈ നാടൻ വൈദ്യം. ബട്ട് ടു ബി ഹോണസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല കിടിലൻ ഹോസ്പിറ്റലും ആയതുകൊണ്ടാണ് ഇയാൾ റിക്കവർ ആയതും അല്ലെങ്കിൽ ഇയാൾക്കൊരു ചേഞ്ച് വന്നു തുടങ്ങിയതും എന്നുള്ളത് ഇയാൾ റെക്കഗ്നൈസ് ചെയ്തില്ല. ഈ വ്യക്തി എന്ത് ചെയ്തു? ഇപ്പുറത്തുള്ള മോഡേൺ മെഡിസിൻ അങ്ങോട്ട് കട്ട് ഡൗൺ ചെയ്തു, സ്വിച്ച് ഓഫ് ആക്കി. ഇത്രയും വർഷം നല്ല സൂപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത്യാവശ്യം ലൈഫിലേക്ക് ഇനി ഒരു 10, 15, 20 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നുള്ളൊരു സ്റ്റേജിലുണ്ടായിരുന്നൊരു മനുഷ്യൻ ഇത് ഈ ഷിമോഗേൻ്റെ തള്ളു കാരണം, അവിടുത്തെ തള്ളു കഥകളും അവിടുത്തെ ബാക്കി കാര്യങ്ങളും കാരണം ഇയാൾ അത് അവിടെ നിർത്തി ഇത് ചൂസ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഒരു 6 മാസം അദ്ദേഹം തയ്ച്ചില്ല, അതിന് മുന്നേ ആൾ പോയി. ആലോചിച്ച് പോകും, കുടത്തിനകത്ത് കലക്കി വെച്ച് വെള്ളം കുടിക്കായിരുന്നു പാവം. ട്രസ്റ്റാണ് അതൊക്കെ ഈ അങ്ങനെ ഉണ്ട് കുറേ നാടൻ ഓർഗാനിക്, മനസ്സിലായി, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കുറേ ട്രസ്റ്റ് ഉണ്ട്. ഹോസ്പിറ്റൽ അയ്യോ ഒറ്റമ്മേ ഇത് വലിയൊരു സാധനമാണ്. ഇപ്പോഴും ചിലപ്പോൾ ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളിൽ പോയി ഒരു സൈഡിൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് ഒരു സൈഡിൽ നാടൻ വൈദ്യം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഒപ്പം ചെയ്യരുത്. ഒന്ന് മാത്രം ഓപ്റ്റ് ചെയ്യുക, അതിൽ വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. ഇതിനെ വിശ്വസിച്ച് ഞങ്ങൾ പെടും. നാടൻ മറ്റത് മറിച്ചു എന്ന് പറഞ്ഞ സാധനങ്ങൾ എന്തിനാ പിന്നെ ഇത്രയും മോഡേൺ മെഡിസിൻ ഇത്രയും ഇമ്പ്രൂവ് ആയത്? എന്തിനാ ഇത്രയും ഹോസ്പിറ്റൽസും പരിപാടികളും? ഓക്കെ, അവിടെയൊക്കെ ഉണ്ട്, പരിപാടികളില്ല എന്ന് പറയുന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഒരുപാട് റിസർച്ചും ഒരുപാട് പരിപാടിയൊക്കെ നടത്തി വരുന്നതാണ്. ഓക്കെ, നമ്മൾ കൺമുന്നിലുള്ള നമ്മളുടെ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷനൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ബെറ്റർ, അല്ലാതെ പഴയ കാലത്തുള്ള പരിപാടികളല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മലയാറ്റൂർ വൈദ്യൻ ഞാൻ ചെന്നു. മലയാറ്റൂർ കുഴപ്പമില്ല, മാറ്റാം. എൻ്റെ വൈഫുണ്ട്. 500 തേങ്ങയുടെ വെള്ളം, 500 തേങ്ങ, ആ വെള്ളം എടുത്തിട്ട് അത് കുറുക്കി ഇങ്ങനെ ലേഹ്യം പോലെയാക്കാം. മറ്റെന്തോ സാധനം ഇടുക അതിനകത്ത്, മരുന്ന് ലേഹ്യം പോലെ. ഈ വെള്ളം 500 വെള്ളം തേങ്ങ ലേഹ്യം പോലെയൊക്കെ എങ്കിൽ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരി പാവം എൻ്റെ വൈഫ് ഇട്ട് പറ്റിച്ച് നശിഞ്ഞു. അങ്ങനെ അവസ്ഥയിലായി. ഈ സാധനം എടുത്തു വെച്ചു. എന്നാലും സംതൃപ്തി, ഭർത്താവിൻ്റെ അസുഖം മാറാനുള്ള ലേഖ്യമാണല്ലോ വന്നേക്കണത്. അങ്ങനെ ഇത് ഞാൻ കഴിക്കലും ഛർദി കൂടി. എനിക്കിത് പറ്റുന്നില്ല, എൻ്റെ ശരീരം ഇത് സഹിക്കുന്നില്ല, അത് ഛർദി തുടങ്ങി. അപ്പോൾ വൈദ്യരോട് വൈഫ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പുള്ളി കഴിച്ചിട്ട് ഇത് ഛർദിക്കുന്നു. ഓഹോ, അപ്പോൾ ബോഡി റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, അത് കളയണ്ട, പൊള്ളുമ്പോൾ പെറ്റച്ചോളാൻ. ശരീരം പൊള്ളുമ്പോൾ ലിവർ സിറോസിൻ്റെ മരുന്ന് പെറ്റാന്ന്, അത് കളയണ്ടെന്ന് ഇപ്പോഴും ഇരിപ്പുണ്ട് വീട്ടിൽ. വൈഫ് കലമൊക്കെ വീച്ച് അടുപ്പിൽ നിന്ന് കലമൊക്കെ എടുത്ത് പൊള്ളുമ്പോൾ ലിവർ സിറോസിൻ്റെ മരുന്ന് എടുത്തിട്ട് എത്രയോ പേര്, എത്ര ഇതേപോലത്തെ അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും.
ഒരു പൊടി കൊടുക്കുന്നേ. വയനാട്ടിലൊരു വൈദ്യര് എന്നെ ചികിത്സിച്ചെന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കുന്നു. സലിംകുമാർ ഇപ്പം യോഗ്യനായിട്ട് നടക്കണ്ടല്ലോ. നമ്മളെ പൊടിമരുന്ന് കൊടുത്ത് പിന്നെ അയാള് ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഞാൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ എല്ലാ വൈദ്യന്മാരും എന്നെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മലയാറ്റൂർ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ മലയാറ്റൂർ വൈദ്യൻ ഈ കുറേ മരുന്നൊക്കെ ആദ്യം തന്നു പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു. ഭാരമൊക്കെ വെയിറ്റ് കുറയുമല്ലോ ഈ സംഭവത്തിന്. അങ്ങനെ എൻ്റെ വീട്ടിലെ വെയിറ്റ് മെഷീനിൽ നോക്കിയപ്പോൾ 5 കിലോ കൂടിയേക്കണ്. ഇത് ഞാൻ ഡോക്ടറെ പറഞ്ഞു. ഡോക്ടർ 5 കിലോ ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അതാണ് മരുന്ന് വലിക്കുന്നുണ്ട്, അതൊന്ന് എഴുതി തരാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ എഴുതി കൊടുത്ത അദ്ദേഹത്തിന് എനിക്കിത് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് കുറവുണ്ട്. ഇവർ പാരമ്പര്യ വൈദ്യന്മാരാ. എഴുതി കൊടുത്തു, എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവിടെ. പക്ഷേ ഞാനത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ തെറ്റാണ്. വീണ്ടും വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ആ മിഷ്യൻ കേടായിരുന്നു. കേടായ മിഷ്യൻ തൂക്കിയതാണ് ഞാൻ വൈദ്യർക്ക് എഴുതി കൊടുത്ത. വൈദ്യനത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞുള്ളൂ. കേട്ടല്ലോ സംഗതി. ഈ വ്യക്തി സലീംകുമാർ ഇതൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ചിരിയും അല്ലെങ്കിൽ അപ്പത്തൊരു തമാശ എന്നുള്ള രീതിക്കാണെങ്കിലും ദീസ് തിങ്സ് ആർ വെരി സീരിയസ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ലഹരിക്കെതിരെ ഒരു സംഗതി സർക്കാർ ഇറക്കിയിട്ടുണ്ട്. മോഡിഫൈ ചെയ്ത വെഹിക്കിൾസിനെ പിടിക്കാൻ MVD ഇറങ്ങും. പല കാര്യങ്ങൾക്കും അങ്ങനെ എന്താ പറയുക സിസ്റ്റം ഇറങ്ങി ഉടായ്പകൾ പൊക്കാൻ നടക്കുന്ന ലോകത്ത് ഇപ്പോഴും ഒരു പനി വന്ന ഏതെങ്കിലും ഒരു പണിക്കരെടുത്ത് പോയിട്ട് മറ്റേ കവടി നിരത്തി ലേഹ്യം മേടിച്ച് പോരുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഉടായ്പല്ലേ? പൊക്കാൻ പറ്റുമോ? പൊക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഏലസ് വാങ്ങി കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛൻ്റെ അടുത്ത് പോയിട്ട് മറ്റേ എന്തെങ്കിലും സാധനം വാങ്ങി കുടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊന്ത ചൊല്ലി തിരിച്ചു വരിക. അന്ധവിശ്വാസം. ഇതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജാണ് ഈ നാടൻ വൈദ്യം എന്ന് പറഞ്ഞ പരിപാടി. എൻ്റെ ലൈഫിൽ ഞാൻ വേറൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. ഒരു വട്ടം എൻ്റെ അമ്മമ്മയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ. ഞാനിങ്ങനെ ആവാൻ ഇത്രത്തോളം റിബലാവാനുള്ള കാരണം എൻ്റെ അമ്മമ്മ. കാരണം എക്സ്ട്രീം വിശ്വാസി, അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കൊണ്ടു നടന്ന ഒരാളൊക്കെ ആയിരുന്നു അമ്മമ്മ. ഒരു വട്ടം ഞാൻ സൈക്കിളിൽ നിന്നിട്ട് വീണിട്ട് കൈ ഒടിഞ്ഞെന്ന് ഉറപ്പാണ്. കാരണം നീരൊക്കെ വെച്ച് സ്വെല്ലിങ്ങാണ്. നാട്ടിലുള്ളൊരു വൈദ്യരെടുത്തും ഉണ്ടായി. അപ്പോൾ എൻ്റെ വിശ്വാസം എന്താ, വൈദ്യരെ അവിടെ പോയിട്ട് അമ്മമ്മ പറഞ്ഞത് ഇങ്ങനെ ടിങ് 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 എന്ന് പറഞ്ഞാൽ എല്ലാം റെഡി ആവുമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയി, ഞാനവിടെ പോയിരുന്നു. പറഞ്ഞ പോലെ വൈദ്യരിനോട് കഥ പറഞ്ഞു, ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് തുടങ്ങി. കഥയും പറഞ്ഞു ഒഴിഞ്ഞും പറഞ്ഞു. മൂപ്പര ടിങ് ടിങ് ടും ഇതാ നടക്കണം. ഇതിനെന്തോ ക്രാക്കോ അല്ലെങ്കിൽ ചെറിയ എന്തോ ഒരു സീനായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. മൊത്തം പൊട്ടി പണ്ടറങ്ങിപ്പോയി. കൈ വേദനിച്ചിട്ട് എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യ. കണ്ണിന്ന് വെള്ളം വരണോ, അടിയിൽ കൂടി മൂത്രം പോകണോ എന്തോ ഒന്നും അറിയാൻ പാടില്ല. 4 കോലും വെച്ച് കെട്ടി വിട്ടിന്. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൈയൊക്കെ വിറങ്ങലിച്ച അവസ്ഥ. തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് സാധനം നോക്കിയ സമയത്ത് വലിയ പൊട്ട. എനിക്ക് ഉറപ്പ് അയാൾ വലിച്ചു പിടിച്ച് പൊട്ടിച്ചാൽ മനസ്സിലായോ. അപ്പോൾ ഇത് ഇങ്ങനത്തെയൊക്കെ പരിപാടികൾക്ക് ഇപ്പോഴും പോണ ആൾക്കാരുണ്ട്. ഊരവേദനയ്ക്കൊക്കെ എസ്പെഷ്യലി. ഇപ്പോൾ എനിക്ക് മറ്റേ ബ്ലാങ്ക് ഡിസ്കോളജ് പ്രശ്നമുള്ള മനുഷ്യനാണ്. എന്നോട് പലരും ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും എടുക്കാൻ പറയുന്നത് എന്താ, അവിടെ പോകും, മറ്റോടത്ത് പോകും, അവിടെ ഇങ്ങനെ ചെയ്യും, ഇവിടെ അങ്ങനെ ചെയ്യും. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നോട് ഓൾറെഡി പറഞ്ഞു എപ്പോഴെങ്കിലും ഒന്ന് കൊളാപ്സ് ആവും, അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. അതുവരെ പറ്റുന്നിടത്തോളം നടക്കുക, ഇരിക്കുക, കളിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്തു. ഒരു സെൽഫ് ബിലീഫ് ഉണ്ടല്ലോ, എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. ഞാൻ ജിമ്മിൽ പോകും, വെയിറ്റ് എടുക്കും, ക്രിക്കറ്റ് കളിക്കും, എല്ലാം ചെയ്യും. കൊളാപ്സ് ആവുന്ന സമയത്ത് അപ്പം നോക്കാം. ഞാൻ ഇതിൻ്റെ പേരും കേട്ട് വല്ലയിടത്തും പോയിട്ട് വല്ല എണ്ണപ്പാത്തിനും കടന്നു കൊടുത്താൽ വല്ലവനും കയറി ചവിട്ടി തിരുമ്മി കഴിഞ്ഞാൽ ഉള്ളതും കൂടി പിന്നെ വേറെ വല്ല സീനും ആയിരിക്കും. നീച്ചടക്കാൻ പറ്റില്ല നാളെ. എന്തോ ഞാനിങ്ങനെയാണ്. എനിക്കിതിലൊന്നും വിശ്വസിക്കാനുള്ള ഒരു വഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊക്കെ വിശ്വസിച്ച് ഇപ്പം നിങ്ങൾ ഈ സലീംകുമാറിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഈ മനുഷ്യന് ശരിക്കും ഈ വൈദ്യന്മാരുടെ അടുത്ത് പോയ സമയം ഇയാൾ കൃത്യം ഒരു ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോയിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ മനുഷ്യൻ പോയില്ലായിരുന്നു. ഒരു ചാൻസ് ഞാൻ പറയാം, ഉറപ്പ് പറയാൻ പറ്റില്ല പോയില്ല എന്നുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണ്. ബട്ട് സ്റ്റിൽ ഒരു ചാൻസ് ഞാൻ പറയാം. ഇതിപ്പോൾ ഇത്ര വഴുകി അവിടെ ചെന്നു, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ പരീക്ഷണം കഴിഞ്ഞിട്ട് അയാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഒരു ബോഡി എത്ര വീക്കായിട്ടുണ്ടാവും ചിന്തിച്ചു. ഇത്രയും സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഉടായ്പ പിടിക്കാൻ ഇറങ്ങുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഉടായ്പകൾ വളർന്നുകൊണ്ടിരിക്കുക, കുറയുന്നില്ല. അതിനൊക്കെ ആദ്യം ഒരു നിയമം കൊണ്ടുവരണം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി കൊണ്ടുവന്ന് ഇതിനെതിരെ എന്തെങ്കിലും വേണടേ. ചിന്തിക്കണം സർക്കാരുകൾ ഇതിനെക്കുറിച്ചൊക്കെ.
ദാറ്റ്സ് ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇനി നാളെ രാജ്യം വിട്ട്, രാജ്യമല്ലേ ഇതല്ലേ, സാധനം വിട്ട് പോവാണ്, യൂറോപ്പിൽ പോവാണ് അല്ലേ, കോണ്ടിനെന്റ് വിട്ട് പോവാ, യൂറോപ്പ്. എന്താവോ എന്തോ. നെതർലാൻഡ് ആദ്യം എവിടെയാ? ആദ്യം നെതർലാൻഡ്സ്. ഓക്കെ, പിന്നെ എവിടെ? ബെൽജിയം, നെതർലാൻഡ്സ്, ഫ്രാൻസ്, ഇറ്റലി, അങ്ങനെ പോവും. കുറച്ച് പുണ്യരാജ്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം അല്ലേ. ഡച്ച് സ്റ്റൈലൊക്കെ ഒന്ന് പഠിക്കണം.